ഇതേപോലെ മക്കളെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈനിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഏത് ആപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഫോട്ടോസിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യൽ എങ്ങനെയാണ്, അപ്പൊ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നെയിം സ്ലിപ്പിന്റെ സൈസ് എങ്ങനെ സെലക്ട് ചെയ്യാം, അങ്ങനെ തുടങ്ങി പ്രിന്റ് എടുക്കുന്നത് വരെയുള്ള A to Z കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഒരു പ്ലാന് വേണം. നമ്മൾ A3 അല്ലെങ്കിൽ A4 പ്രിന്റ് എടുക്കുന്നുണ്ടാവുക. ഒരു A3 ഇതേപോലെ 2 A4 നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. A4ന്റെ സെന്റിമീറ്ററിലുള്ള സൈസാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ നെയിം സ്ലിപ്പിന്റെ സൈസ് ഡിസൈഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു A4 എത്ര നെയിം സ്ലിപ്പ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ. അപ്പം അതിനനുസരിച്ച് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഞാനിവിടെ ഒരു 16 നെയിം സ്ലിപ്പൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ സെറ്റ് ചെയ്ത ആ ഒരു സ്ട്രക്ചർ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. 16 നെയിം സ്ലിപ്പും അതിൻ്റെ റൈറ്റിൽ ചെറിയൊരു പോർഷൻ കാണാം നിങ്ങൾക്ക്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ പൗച്ചിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ ലാബൽസ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്പേസ്. അവിടെ ഞാനൊരു 4 ലാബിലൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു നെയിം സ്ലിപ്പിൻ്റെ സൈസ് വരിക വിഡ്ത്ത് 7.42 ഹൈറ്റ് ഒരു 4.7 ഒക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിലും കൂടുതൽ വിഡ്ത്ത് വേണമെങ്കിൽ ഒരു 8 ഒക്കെ വേണമെങ്കിൽ 8 ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കിയാൽ മതി. ഇനി നമുക്ക് എഡിറ്റ് ചെയ്ത് തുടങ്ങാം. ക്യാൻവ ആപ്പിലാണ് നമ്മൾ നെയിം സ്ലിപ്പ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ആദ്യം തന്നെ നമുക്ക് ഒരു നെയിം സ്ലിപ്പ് സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നമ്മുടെ A3 A4 ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. അതാവുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. താഴെ സെൻറ്ററിൽ ഒരു പ്ലസ് ഐക്കൺ കാണാം, അതൊന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീന് കാണാൻ സാധിക്കും. അതിൽ കസ്റ്റം സൈസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന നെയിം സ്ലിപ്പിൻ്റെ സൈസ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ആദ്യം തന്നെ എൻ്റെ റൈറ്റിൽ നമുക്ക് യൂണിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ സെൻറ്റിമീറ്റർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വിഡ്ത്ത് ഞാനിവിടെ ഒരു 7.42 ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട വിഡ്ത്ത് കൊടുക്കുക കേട്ടോ. ഹൈറ്റിൽ ഞാൻ ഒരു 4.7 ഒക്കെ കൊടുക്കുന്നുണ്ട്. ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറേ ടെംപ്ലേറ്റ് നമുക്ക് അവിടെ അവർ കാണിച്ചു തരും. നമുക്കതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമുക്കതൊന്ന് ബാക്ക് അടിക്കാം. ഇനി നമുക്ക് ഈ ഒരു നെയിം സ്ലിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. അതിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആദ്യം നമുക്കതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ റീപ്ലേസ് ഉണ്ടാവും, കളേഴ്സ് ഉണ്ടാവും, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ടാവും. കളറിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് കളറാണ്, സോളിഡ് കളറാണ് വേണ്ടതെങ്കിൽ നമുക്ക് അതിൽ പോയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിൽ ഗ്രേഡിയൻറ്റിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണേൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അവിടെയുള്ള കളേഴ്സ് ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ മേലെ ഒരു പ്ലസ് ഉണ്ട്, അവിടെ പോയാൽ ഇഷ്ടംപോലെ കളേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി നിങ്ങൾ പ്ലെയിൻ കളറല്ല വേണ്ടതെങ്കിൽ നിങ്ങൾ വീണ്ടും റീപ്ലേസിലേക്ക് പോവുക. അപ്പോൾ റീപ്ലേസിലേക്ക് പോയാൽ അവിടെയും കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ആദ്യം ഉള്ളത് ഗാലറി ആയിരിക്കും. നിങ്ങൾ പിൻട്രസ്റ്റെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഈ റീപ്ലേസിൽ തന്നെ നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് പോയാൽ നമുക്ക് അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഓപ്ഷൻ കാണാം. അതിൽ പോയിട്ട് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ഈ റീപ്ലേസിൽ തന്നെ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വേണം. നിങ്ങൾക്ക് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് മേലെ സെർച്ച് ബാറിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ എല്ലാം ഒന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ചിലതിൻ്റെ സൈഡിൽ നമുക്ക് പ്രോ എന്ന് കാണാൻ പറ്റും, അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. സബ്സ്ക്രിപ്ഷൻ എടുത്തവരാണെങ്കിൽ നിങ്ങൾ പെയ്ഡ് ആപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലാത്തവർ നമ്മൾ പ്രോ ഇല്ലാത്തത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റ് എന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗാലറിയിൽ നിന്നൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പുറത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ താഴെ ഡിസൈൻ, എലമെന്റ്സ്, ടെക്സ്റ്റ്, ഗാലറി അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ എലമെന്റ്സിൽ പോയിട്ട് നമുക്കൊരു റെക്ടാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്തെടുക്കണം. അതിന് വേണമെങ്കിൽ നമുക്ക് മേലെ സെർച്ച് ബാറിൽ ഷേപ്പ് എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഷേപ്പിൻ്റെ ഒരു സെക്ഷൻ തന്നെ കാണാം, അതിൽ പോയിട്ട് റെക്ടാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. ശേഷം ഇതേപോലെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഈ ഒരു റെക്ടാങ്കിളിലെ പൊസിഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഞാനൊരു മോഡൽ കാണിച്ചു തരുന്നു എന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ സെറ്റ് ചെയ്തെടുക്കാം. കോർണർ ഒന്ന് റൗണ്ട് ആകണമെങ്കിൽ റെക്ടാങ്കിൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് താഴെ കോർണറിൽ പോയിട്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അതേപോലെ ഇതിൻ്റെ ട്രാൻസ്പെറൻസി സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ട്രാൻസ്പെറൻസിൻ്റെ ഒരു ഐക്കൺ കാണാം, അതിൽ പോയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി.
പിന്നെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളറും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. കളറിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മളെ ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കണം. അത് ഒന്നുകിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാണ്ട് നിങ്ങൾക്ക് വേണ്ട ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഏത് പോർഷനാണ് കാണേണ്ടത് അതിനനുസരിച്ച് അതൊന്ന് ക്രോപ്പ് ചെയ്ത് വെക്കുക. ശേഷം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗൂഗിളിൽ പോയാൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന സൈറ്റിൽ കയറിയിട്ട് അപ്ലോഡ് ഇമേജ് കൊടുത്തിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുത്ത് സേവ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആപ്സ് അവൈലബിൾ ആണ്. അതിന്ന് ഏതെങ്കിലും ആപ്പ് വെച്ചിട്ട് ചെയ്തെടുക്കാം. ഞാൻ പിക്സാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ആപ്പിൽ നിന്നാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ഐക്കൺ കൊടുത്താൽ എഡിറ്റ് ഫോട്ടോ എന്ന് പറയുന്ന സെക്ഷനിൽ പോയിട്ട് നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടും. ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും പോർഷന് എക്സ്ട്രാ ഇറേസ് ആയി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില പോർഷന് എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് മേലെ ഒരു ഇറേസറിൻ്റെ ഐക്കൺ ഉണ്ട്, അതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇറേസ് ചെയ്യാനാണെങ്കിൽ താഴെ ഇറേസർ സെലക്ട് ചെയ്തിട്ട് ഇറേസ് ചെയ്ത് കൊടുക്കുക. റീസ്റ്റോർ ചെയ്തെടുക്കാനാണെങ്കിൽ താഴെ റീസ്റ്റോറിൻ്റെ ബ്രഷ് സെലക്ട് ചെയ്തിട്ട് റീസ്റ്റോർ ചെയ്തെടുത്ത് ടിക്ക് കൊടുത്തിട്ട് സേവ് ചെയ്തെടുക്കാം. ഇനി അഥവാ നിങ്ങളുടെ ഫോട്ടോന് നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബോർഡർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യുന്നതിന് മുന്നേ താഴെ ബോർഡർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ബോർഡറിൻ്റെ തിക്നെസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ടിക്ക് കൊടുത്തിട്ട് ഒന്ന് സേവ് ചെയ്താൽ മതി. ഇനി ഈ ഒരു ഫോട്ടോ നമുക്ക് നമ്മുടെ ക്യാൻവയിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അഥവാ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയിം സ്ലിപ്പ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടും അതേപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോസൊക്കെ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ക്യാൻവയിൽ പെട്ടെന്ന് എല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ക്യാൻവയിലേക്ക് തന്നെ പോവാം. അതിൽ ഗാലറിയിൽ പോയിട്ട് നമ്മൾ ലാസ്റ്റ് സേവ് ചെയ്ത ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി സൈസ് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ പൊസിഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് വന്നു. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഗാലറിയിൽ നിന്നാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ റീപ്ലേസിൽ പോയിട്ട് ഗാലറിയിൽ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ ഒരു റെക്ടാങ്കിൾ ഷേപ്പിൻ്റെ കളറും കൂടി അതിന് മാച്ചായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വീണ്ടും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കാർട്ടൂൺ ഇമേജ്, കാറ് അങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ആഡ് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഗാലറിയിൽ സേവ് ചെയ്തിരിക്കണം PNG ഇമേജസ് ആയിട്ടൊന്ന്, അഥവാ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട കാർട്ടൂണോ കാറിൻ്റെ പിക്കൊക്കെ സേവ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എലമെൻസിൽ പോയിട്ട് മേലെ സെർച്ച് ബാറിൽ കാർ എന്നൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രോ അല്ലാത്തതൊക്കെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഫോട്ടോസ് മാത്രമേ വെക്കുന്നുള്ളൂ. ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ താഴെ നമുക്ക് ഒരു T എന്നുള്ള ഒരു ഐക്കൺ കാണാം, അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് കുറേ ഓപ്ഷൻ വരും. അതിൽ ഞാൻ സ്റ്റാൻഡേർഡ്, റോൾ നമ്പർ, സബ്ജക്റ്റ്, സ്കൂളൊക്കെ ഇതേപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ താഴെ നമുക്ക് ഫോണ്ടിൻ്റെ പേരൊക്കെ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ സൈസ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതേപോലെ ലൈൻ സ്പേസിങ്, അതായത് നമുക്ക് ഇതെല്ലാം അടുത്തടുത്താണുള്ളത്. അപ്പോൾ ഇതൊന്ന് സ്പേസ് ഒന്ന് കൂട്ടി കൊടുക്കണമെങ്കിൽ താഴെ തന്നെ നമുക്കൊരു സ്പേസിങ്ങിൻ്റെ ഒരു ഐക്കൺ കാണാം, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഞാൻ ടെക്സ്റ്റ് ഐക്കണിൽ പോയിട്ട് സബ് ഹെഡിങ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹെഡിങ് സെലക്ട് ചെയ്താലും കുഴപ്പമില്ല, ഞാനിപ്പം കുട്ടിയുടെ പേരാണ് ടൈപ്പ് ചെയ്യുന്നത്, അപ്പം ഹെഡിങ് ആയാലും കുഴപ്പമില്ല, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിൻ്റെയും ഫോണ്ടും സൈസും അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. കളർ വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ നമ്മുടെ ആ സ്റ്റാൻഡേർഡ്, റോൾ നമ്പർ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് സ്കൂൾ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ സ്കൂളിൻ്റെ നെയിം താഴെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് ഞാൻ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ മേലെ കുറച്ച് ഓപ്ഷൻ കാണാം. അതിൽ പ്ലസ് മേലെയോ സൈഡിലൊക്കെ ആയിട്ട് ഓപ്ഷൻ വരും, കുറച്ച് ഓപ്ഷൻ. അതിൽ പ്ലസ് എന്നുള്ള ആ ഒരു ഐക്കൺ സെലക്ട് ചെയ്ത് കൊടുത്താൽ കോപ്പി വരും. എന്നിട്ട് അത് നമുക്കൊന്ന് അതിലുള്ള ടെക്സ്റ്റ് കംപ്ലീറ്റ് കളഞ്ഞിട്ട് അവിടെ നമുക്ക് സ്കൂളിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫോണ്ടും സൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നെയിം സ്ലിപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് സേവ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐക്കൺ ടച്ച് ചെയ്യാം. അതിൽ നമുക്ക് അവിടെ PNG എന്നൊക്കെ കാണാം, അതങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നിട്ട് സേവ് ചെയ്യാം. ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. എന്നിട്ട് A4 പേപ്പറിൽ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പ്ലസ് ഐക്കൺ ടാപ്പ് ചെയ്യുക. A4 ഡോക്യുമെൻ്റ് എന്നൊന്ന് സെർച്ച് ചെയ്യുക, സെലക്ട് ചെയ്യാം.
ഈ ഡിസൈൻ ഒന്നും നമുക്ക് വേണ്ട, അതുകൊണ്ട് ബാക്ക് അടിക്കാം. ഇനി നമുക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ച ആ ഒരു ഫോട്ടോ നമുക്ക്, അഥവാ നമ്മൾ സേവ് ചെയ്ത് വെച്ച ആ ഒരു നെയിം സ്ലിപ്പിന്റെ ആ ഒരു ഫോട്ടോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിന് ഗാലറിയിൽ നിന്ന് നമ്മൾ സേവ് ചെയ്ത് വെച്ച ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ നമുക്കൊന്ന് റൊട്ടേറ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് പൊസിഷൻ ഞാൻ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ കോപ്പി എടുക്കണം. അപ്പോൾ കോപ്പി എടുക്കാൻ നിങ്ങൾക്കറിയാം, ആ ഒരു പ്ലസ് കൊടുത്താൽ മതി. അപ്പോൾ കോപ്പി വരും. പൊസിഷൻ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പൊസിഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ താഴെ ഈ ഒരു ഐക്കൺ ടാപ്പ് ചെയ്തിട്ട് ഈ എറോസ് വെച്ചിട്ട് നമുക്ക് പൊസിഷൻ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞാൻ കോപ്പി എടുക്കുന്നുണ്ട്. ഈ ഒരു കോളത്തിൽ ഞാൻ 4 അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ കുറച്ച് മുന്നോട്ടേക്ക് പോയാൽ മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് സെലക്ട് മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ബാക്ക് വരാം. ബാക്കിയുള്ള ഫോട്ടോസ് കൂടി സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സൈസൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അതേപോലെ പൊസിഷനൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്ന തരത്തിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ കോപ്പി എടുത്തിട്ട് അടുത്ത ലെയറായിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ 4 ലെയർ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എക്സ്ട്രാ വന്ന ആ ഒരു റൈറ്റുള്ള ചെറിയ പോർഷനിൽ നമുക്ക് ലാബിൽ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാബിൽ സെറ്റ് ചെയ്യാൻ പണിയൊന്നുമില്ല. എലമെന്റ്സിൽ പോവുക, റെക്ടാങ്കിൾ സെലക്ട് ചെയ്യുക. സൈഡ് വേണമെങ്കിൽ കേവ് ആക്കണമെങ്കിൽ കേവിൽ പോയിട്ട് കേവ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള ഒരു 4 പീസ് അല്ലെങ്കിൽ ഒരു 6 പീസ് നമുക്ക് ആ ഒരു സെക്ഷനിൽ അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനത് സ്പീഡ് കാണിക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ റെക്ടാങ്കിൾ ആഡ് ചെയ്തത് ഇട്ടാണ് നമ്മൾ നെയിം സ്ലിപ്പ് ഒക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ അതേ ഫോമാറ്റിൽ തന്നെയാണ് ചെയ്തെടുക്കുക. കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പം ഞാനതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സേവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഐക്കണിൽ പോവുക. നേരത്തെ ഇതുപോലെ തന്നെ സേവ് ചെയ്തെടുക്കുക. അഥവാ നിങ്ങൾ A4ലാണ് പ്രിന്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ PNGയിലല്ല സേവ് ചെയ്യേണ്ടത്. ഈ ഒരു ഐക്കണിൽ പോയിട്ട് അവിടെ PNGന്റെ സെക്ഷൻ സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് PDF പ്രിന്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് അത് ഷോപ്പിലേക്ക് കൊടുത്താൽ മതി. ഇനി നിങ്ങൾ A3യിലാണ് പ്രിന്റ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് PNGയിൽ സേവ് ചെയ്തതിന് ശേഷം ബാക്ക് വന്നിട്ട് പ്ലസ്സിൽ പോവുക. A3 ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഈ ഡിസൈൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ A4ൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച ആ ഒരു സ്റ്റിക്കറിന്റെ സെറ്റ് കംപ്ലീറ്റ് ആഡ് ചെയ്യണം. ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള 2 വേണം. അപ്പോൾ കോപ്പി എടുത്തിട്ട് പൊസിഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. നിങ്ങൾക്കിത് വാട്ടർ പ്രൂഫാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കുമ്പോൾ ഷോപ്പിൽ ചോദിച്ചാൽ മതി. PVC സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. അങ്ങനെ പ്രിന്റ് എടുക്കുകയാണെങ്കിൽ വാട്ടർ പ്രൂഫ് ആയിട്ട് കിട്ടും. അപ്പോൾ ലാബേഴ്സിനൊക്കെ അങ്ങനെയാണ് കുറച്ചുകൂടി നല്ലത്. അങ്ങനെ ആകുമ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതൊന്ന് സേവിലെടുക്കണം. അപ്പോൾ ഈ ഒരു ഐക്കൺ ടാപ്പ് ചെയ്യുക. PNGക്ക് പകരം PDF പ്രിന്റ് സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക, നേരെ ഷോപ്പിലേക്ക് അയച്ചു കൊടുക്കുക, പ്രിന്റ് എടുക്കുക. അപ്പോൾ ഞാൻ പ്രിന്റ് എടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ എടുത്ത ഷീറ്റൊക്കെ. അപ്പോൾ ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.